നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഇതെല്ലാം മിക്കതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് കൂടാതെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആക്സിഡന്റ് ഈസ് എ ഡാഷ് ഇവന്റ്. ആക്സിഡന്റ് എന്ന് പറയുന്നത് എന്ത് ഇവന്റ് ആണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻഡ് ഇവന്റ് കൊടുത്തിട്ടുണ്ട്, അൺപ്ലാൻഡ് ഇവന്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആൻഡ് അൺഡിസൈറബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? ഇന്റൻഷണൽ ആണ്. അപ്പോൾ ആക്സിഡന്റ് എന്ന് പറയുന്നത് എന്ത് ഇവന്റ് ആണ്? അതെ അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ. അൺപ്ലാൻഡ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെ അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്ത്? ആക്സിഡന്റ് എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ലോ ആക്സിഡന്റ് നടത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്നില്ലല്ലോ അത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, ഈ പറയുന്ന ഒരു അൺപ്ലാൻഡ് ഇവന്റ് ആണ്, അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ആക്സിഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആക്സിഡന്റ് ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഫസ്റ്റ് ചോദ്യം. സോ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അൺഎക്സ്പെക്ടഡ് അല്ലെ, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്ലാൻഡ് ആയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാവുന്ന, സഡൻ ആയിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിനെ വിളിക്കുന്നവരാണെന്ത്? നമുക്കറിയാം ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമ്മളുടെ എന്താണ്, ആക്സിഡന്റ് പറ്റുന്ന ആർക്കാണോ അവരുടെ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്താ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഡാമേജസോ ഉണ്ടാവാറുണ്ട് അല്ലെ. എൻവയോൺമെന്റിനും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള എൻവയോൺമെന്റിലും എന്തുണ്ടാവാറുണ്ട്? ഇത്തരത്തിലുള്ള ഡാമേജസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതൊന്നും ഓർത്തിരുന്നാൽ മതി. അതെന്ന് പറയുന്നത് ഒരു അൺപ്ലാൻഡ് ആണ്, അൺഎക്സ്പെക്ടഡ് ആണ്, സഡൻ ആയിട്ടുള്ള ഒരു അൺഡിസൈറബിൾ ഇവന്റ് ആണ് ആക്സിഡന്റ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യം ഇതാണ്, ദ ബെസ്റ്റ് വേ ഓഫ് അവോയ്ഡിങ് ആക്സിഡന്റ് ഈസ് ബൈ. അതായത് ബെസ്റ്റ് വേ ഏതാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? അവോയ്ഡിങ് ദ ആക്സിഡന്റ്, ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ബെസ്റ്റ് വേ ഏതാണ്, നല്ല വഴി ഏതാണ്? സോ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡൂയിങ് വർക്ക് ഇൻ എ ആക്സിഡന്റ് വേ. ഓപ്ഷൻ ബി പറയുന്നത് എന്താണ്? ഡൂയിങ് വർക്ക് ഇൻ വൺസ് ഓൺ വേ അല്ലെ, വൺസ് ഓൺ വേ, അവരുടെ തന്നെ അവർക്ക് തോന്നുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ വഴി അവർ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി, ഒബ്സർവിങ് സേഫ്റ്റി റൂൾസ് റിലേറ്റഡ് ടു ജോബ് ആൻഡ് മെഷീൻ അല്ലെ. ഈ പറയുന്ന സേഫ്റ്റി റൂൾസ് എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലി ഏതാണോ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി റൂൾസുകൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, യൂസിങ് സേഫ്റ്റി എക്യുപ്മെന്റ്, സേഫ്റ്റി എക്യുപ്മെന്റിന്റെ സഹായത്തോടുകൂടി നമ്മൾ ജോലി അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും? ഓപ്ഷൻ സി. റൈറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ ഡിയും കൺഫ്യൂഷൻ വരാം. അതായത് സേഫ്റ്റി എക്യുപ്മെന്റ് കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പം നമുക്കത് അവോയ്ഡ് ചെയ്തുകൂടെ? ഇല്ല. അപ്പൊ ആക്സിഡന്റ് വന്നാൽ സപ്പോസ് ആക്സിഡന്റ് വന്നാൽ നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ്, PPE കിറ്റുകളും ഒക്കെ ഉണ്ടാവുക. അപ്പൊ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയല്ല. അപ്പൊ ആക്സിഡന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളത് വൃത്തിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി റൂളുകളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് നമ്മളുടെ മറ്റൊരു ക്വസ്റ്റ്യൻ, ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു പഴയ ക്വസ്റ്റ്യൻ ആണിത്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് മറ്റു രീതിയിൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അവോയ്ഡിങ് ആക്സിഡന്റ് ഇൻ വർക്ക് പ്ലേസ്? അപ്പം ഇത് മറ്റൊരു രീതിയിൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ കണ്ട ചോദ്യം തന്നെയാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു അവോയ്ഡ് എന്താണ് ആക്സിഡന്റ് ഇൻ എ വർക്ക് പ്ലേസ്. അപ്പോൾ അതെന്താണ്? ഓപ്ഷൻ എ എന്താണ്? ബൈ വെയറിംഗ് സേഫ്റ്റി എക്യുപ്മെന്റ്. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വെയറിംഗ് സേഫ്റ്റി എക്യുപ്മെന്റ്. ബൈ ഓപ്ഷൻ ബി എന്താ പറയുന്നത്? ബൈ ഒബ്സർവിംഗ് സേഫ്റ്റി പ്രിക്കോഷൻസ്. ഓപ്ഷൻ സി എന്താ പറയുന്നത്? ഡൂയിങ് തിങ്സ് ഇൻ വൺസ് ഓൺ വേ. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ഡൂയിങ് തിങ്സ് വിത്ത് എ ഹൈലി സ്കിൽഡ് വർക്കിംഗ് പ്രാക്ടീസ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ഡി. ബി. ഓപ്ഷൻ ബി അല്ലെ? ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ്. ഓപ്ഷൻ ബി തന്നെയാണ്. കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? കൺഫ്യൂഷൻ ഒരിക്കലും വരരുത്. കാര്യം എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെപ്പോഴും നമ്മളൊരു ആക്സിഡന്റ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഫോളോ ചെയ്യേണ്ടത്? അതിനൊരു പ്രിക്കോഷൻസ് എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യണം? അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സേഫ്റ്റി എക്യുപ്മെന്റ് വെയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി എക്യുപ്മെന്റ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി മോശമാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ആക്സിഡന്റ് പറ്റും. ഓക്കെ, നമ്മൾ ചിലപ്പം സേഫ്റ്റി എക്യുപ്മെന്റ് ധരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ അതിന്റെ ഇഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേഫ്റ്റി എക്യുപ്മെന്റ് ധരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ് നമ്മൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഡൂയിങ് തിങ്സ് വിത്ത്, ഇവിടെയും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഉത്തരം പറഞ്ഞിട്ടുള്ള ഒരു ഡി ആണ്. ഡൂയിങ് തിങ്സ് വിത്ത് ഹൈലി സ്കിൽഡ് വർക്കിംഗ് പ്രാക്ടീസ്. അതായത് എന്താ? നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ
ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാര്യം നമ്മൾ നമ്മുടെ എന്താണ് സേഫ്റ്റി മെഷേഴ്സ് പാലിക്കാതെ നമ്മളെല്ലാം നമ്മൾ നന്നായിട്ട് ചിലപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ജോലിയായിരിക്കും. അപ്പോൾ സപ്പോസ് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല വെൽഡേഴ്സും എന്ത് ചെയ്യുന്നുണ്ടാവും, വെൽഡ് ചെയ്യുന്നുണ്ടാവും വിത്തൗട്ട് ഹാൻഡ് സ്ക്രീൻസ് അല്ലെ. ഈ പറയുന്ന ഹാൻഡ് സ്ക്രീൻസ് ഇല്ലാതെ വെൽഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ അതെന്ത് പറയുന്നത് എന്താണ്, ഒരു തെറ്റായ പ്രവണതയാണ്. ഓക്കെ, അത് തെറ്റായ പ്രവണത തന്നെയാണ്. അപ്പം എപ്പോഴാണോ നമ്മൾ വെൽഡ് ചെയ്യുന്നത്, അത് ഏത് വെൽഡിങ് ആയിക്കോളും, നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് സ്ക്രീൻസ് യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ ഹാൻഡ് സ്ക്രീൻസ് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് വെൽഡ് ചെയ്യുന്നത്. സോ അത് തെറ്റാണ്. അപ്പൊ അത് ആക്സിഡന്റിലേക്ക് വഴിവെക്കും. സോ അത് തെറ്റായ രീതിയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം, നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ജോലി. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ ഇമ്മീഡിയറ്റ് ലൈഫ് സേവിങ് പ്രൊസീജിയർ? വിച്ച് ഈസ് ദ ഇമ്മീഡിയറ്റ്, തന്നിരിക്കുന്നതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫസ്റ്റ് എയ്ഡ്, ഓപ്ഷൻ ബി ഇന്റൻസീവ് കെയർ, ഓപ്ഷൻ സി കോൾ എ ഡോക്ടർ, ഓപ്ഷൻ ഡി മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, അത് ഫസ്റ്റ് തന്നെയാണ് ഉത്തരം അല്ലെ. ഫസ്റ്റ് തന്നെയാണ്, അത് വിട്ടുപോകരുത്. ഫസ്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ എന്താണ് ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഫസ്റ്റ് എയ്ഡിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലേ. അപ്പം ഇസ് ആൻ ഇമ്മീഡിയറ്റ് അല്ലെ, ഫസ്റ്റ് എയ്ഡ് ഈസ് ആൻ ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി കെയർ ആണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു, അപ്പൊ അവിടേക്ക് ഒരു പക്ഷേ ഡോക്ടേഴ്സ് എത്താനോ അല്ലെങ്കിൽ ആ മെഡിക്കൽ യൂണിറ്റ് എത്താനോ താമസം എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, നമുക്കറിയാം. അപ്പൊ ആരാണോ ആക്സിഡന്റിൽ പെട്ട ആ വിക്ടിമിനെ നമ്മൾ എന്ത് ചെയ്യുക, ആ സഡൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് കൃത്യമായിട്ട് കൊടുത്തിരിക്കുക എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന ഒരു കെയർ ആണല്ലേ നമ്മുടെ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അല്ലെ. സോ അത് കാരണം പെട്ടെന്നുണ്ടാവുന്ന എന്താണ്, എന്തെങ്കിലും പെട്ടെന്നുണ്ടാവുന്ന ഒരു കാരണത്താൽ അദ്ദേഹത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും. അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് വരുന്ന വരെ എന്താണ്, അദ്ദേഹം സേഫ് ആയിരിക്കും. സോ അതാണ് എന്ത് മെയിൻ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം. വാട്ട് ഈസ് മീൻ ബൈ റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്? വാട്ട് ഈസ് മീൻ ബൈ റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്? സേഫ്റ്റി ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് എന്താണ് റീഅഷുറൻസ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്റ്റേ വിത്ത് വിക്ടിം ടിൽ ഹെൽപ്പ്, ഓപ്ഷൻ ബി നോട്ട് ടു ഗെറ്റ് പാനിക്, ഓപ്ഷൻ സി സ്പീക്കിംഗ് ടു വിക്ടിം എൻകറേജിംഗ്ലി, ഓപ്ഷൻ ഡി കോൾ മെഡിക്കൽ എമർജൻസീസ്. എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കേ. സി, ഓപ്ഷൻ ഓക്കെ, ഓപ്ഷൻ ബി പറയുന്നുണ്ട്. ദെൻ ഓപ്ഷൻ സി, ഓപ്ഷൻ സി. ഓക്കെ, സോറി, ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഓപ്ഷൻ സി, അതായത് റീഅഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ സോറി എന്താണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആർക്കാണോ ആക്സിഡന്റ് പറ്റിയത് അവരെ എന്ത് ചെയ്യാണ്, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എന്ത് ഈ പറയുന്ന റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ളതാണ്, NCVT ചോദ്യമാണ്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്പീക്കിംഗ് ടു വിക്ടിം എൻകറേജിംഗ്ലി അല്ലെ, അതായത് എന്താണ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് രീതിയിൽ സംസാരിക്കുക. സോ അതൊക്കെയാണ് എന്ത് ബേസിക്കലി റീഅഷുറൻസ് ഇൻ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് ഓക്കെ ആണല്ലോ, അത് ഓക്കെ അല്ലേ? അപ്പോൾ നോട്ട് ടു ഗെറ്റ് പാനിക് ഒന്നും അല്ല കേട്ടോ. അപ്പൊ എന്താണ് ഉത്തരം? സ്പീക്കിംഗ് ടു വിക്ടിം അല്ലെ, അതാണ് സംസാരിക്കുകയാണ്. ആർക്കാണോ ആക്സിഡന്റ് പറ്റിയ ആ ആളുമായിട്ട് സംസാരിക്കുക. എങ്ങനെയാണ്? അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്താണ് സംസാരിക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീഅഷുറൻസ് എന്ന് പറയുന്നത്. എവിടെ? സേഫ്റ്റി ഫസ്റ്റ് എയ്ഡിൽ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ABC, എനിക്കൊന്ന് ലാസ്റ്റ് ഇന്നലെ നടന്നൊരു എക്സാമിനും കൂടി ചോദിച്ചൊരു ചോദ്യമാണ്. ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് സ്റ്റാൻഡ്സ് ഫോർ. ABC എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലേ ഫസ്റ്റ് എയ്ഡിൽ, അതിനകത്ത് ABC എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷനിലേക്ക് പോകാന്നുണ്ടെങ്കിൽ എയർവേ, ബാൻഡേജ് ആൻഡ് കോൾ മെഡിക്കൽ എമർജൻസി. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഓപ്ഷൻ ബി ആംബുലൻസ്, ബാൻഡേജ് ആൻഡ് സർക്കുലേഷൻ, ഓപ്ഷൻ സി എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ,
ഓപ്ഷൻ ഡി എയർവേ, ബ്രീത്തിങ് ആൻഡ് കോൾ മെഡിക്കൽ എമർജൻസി. ഏതായിരിക്കും? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. Airway, breathing and circulation. ഓപ്ഷൻ സി. ഓക്കെ, റൈറ്റ് ആൻസർ ബ്രീത്തിങ് ആണ്. ആൻഡ് സർക്കുലേഷൻ. യെസ്, ബ്രീത്തിങ് ആണ്. എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. അപ്പൊ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ കൂടി നടന്ന ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ABCയുടെ എന്താണ് ABC എന്ന് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരുന്നു. അപ്പം A എന്ന് പറയുന്നത് എയർവേ ആണ്, B എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ്, C എന്ന് പറയുന്നത് സർക്കുലേഷൻ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. സോ എയർവേ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു, അപ്പോൾ വിക്കിങ്ങോടുണ്ട് അല്ലെ, അതിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കാറുണ്ട്. സോ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയും? അല്പം ഒന്ന് കാറ്റ് കിട്ടട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സർക്കുലേഷൻ, എയറിന്റെ സർക്കുലേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട അല്ലെ. അതായത് എന്താ, ഇതാണ് ഉദ്ദേശിക്കുന്നത് A എന്ന് പറയുന്നത്. സോ അതുപോലൊപ്പം തന്നെ നമുക്കിപ്പം അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രീത്തിങ് എങ്ങനെയാണ്, കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ബ്രീത്തിങ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ബ്രീത്തിങ് ഈസ് ഇഫ് സ്റ്റോപ്പ്, നമുക്കറിയാം അദ്ദേഹം മരിക്കാറ് അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. സോ അപ്പോൾ അതിന് വേണ്ടുന്ന സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് ആണെങ്കിൽ അങ്ങനെ, ഇപ്പൊ CPR കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ദെൻ മൂന്നാമത് വരുന്നതാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻസ് മെയിനായിട്ട് അത് എന്താണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പോൾ ABC എന്ന് പറയുന്ന മെയിനായിട്ട് 3 കാര്യങ്ങൾ എന്താണ്? ദാറ്റ് ഈസ് എയർവേ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബ്രീത്തിങ് എന്ന് പറയുന്നതും സർക്കുലേഷൻ എന്ന് പറയുന്നതുമാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പീരീഡ് ഓഫ് ഗോൾഡൻ അവർ അല്ലെ, ഗോൾഡൻ അവർ ഇൻ ട്രീറ്റിംഗ് ദ സീരിയസ് കണ്ടീഷൻസ് ഓഫ് പേഴ്സൺ അല്ലെ. നമ്മളെ ഒരു സീരിയസ് ഒരു ആക്സിഡന്റ് നടന്നു. അപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നപ്പോൾ എന്താണ്, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി വന്നു ഒരാൾക്ക്. അപ്പൊ അവിടെ എന്താണ് ഗോൾഡൻ അവർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഫസ്റ്റ് 50 മിനിറ്റ്സ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് 45 മിനിറ്റ്സ്. ഇതിനകത്ത് ആരോ ഒരാൾ മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഫസ്റ്റ് 30 മിനിറ്റ്സ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഫസ്റ്റ് 1 അവർ. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈ പറഞ്ഞ അവേഴ്സ്, ഗോൾഡൻ അവേഴ്സ്. ഓപ്ഷൻ സി. യെസ്, റൈറ്റ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഫസ്റ്റ്, ആദ്യത്തെ ഒരു 30 മിനിറ്റ് വളരെ ക്രൂഷ്യൽ ആണ്. സോ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. സോ ഗോൾഡൻ അവർ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യത്തെ 1 മണിക്കൂർ എന്ന് വിചാരിക്കരുത്. അപ്പൊ അവിടെ എത്രയാണ്? ആദ്യത്തെ 30 മിനിറ്റ് ആണ് ഈ ഗോൾഡൻ അവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്നു എന്താ ഈ പറഞ്ഞ രീതിയിൽ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ. ഈ പറഞ്ഞ രീതിയിൽ ഓർത്തിട്ട് എത്രയേ ഉള്ളൂ, ഫസ്റ്റ് 30 മിനിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷം ആദ്യത്തെ 30 മിനിറ്റ് ആണ് എന്ത് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. സോ അത് ഓർത്തിരുന്നാൽ മാത്രം മതി. മറ്റൊരു ചോദ്യം, വാട്ട് ഈസ് ദ എമർജൻസി നമ്പർ ഓഫ് ഫയർ സർവീസ്? ഫയർ സർവീസിന് വേണ്ടിയിട്ടുള്ള എമർജൻസി നമ്പർ എത്രയാണെന്നുള്ള ചോദ്യം. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണെങ്കിൽ അവർക്ക് ചോദിക്കും. സോ ഇത് ഇങ്ങനെ ചോദ്യം ഞാൻ കണ്ടിട്ടില്ല പ്രീവിയസ്, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ചോദ്യം വന്നാൽ നമ്മൾ വിട്ടുകളയരുത്. സോ ഇതാണ് 100 കൊടുത്തിട്ടുണ്ട്, 108 കൊടുത്തിട്ടുണ്ട്, 101 കൊടുത്തിട്ടുണ്ട്, 106 കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് ഇത് കിട്ടും. 101. ഓക്കെ, റൈറ്റ് ആണ്. 101 ആണ് എന്ത് നമ്മളുടെ ഈ പറയുന്ന ഫയർ സർവീസിന് വേണ്ടുന്ന നമ്പർ അല്ലെ, എമർജൻസി നമ്പർ 101 ആണ്. അപ്പൊ 100 എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, പോലീസ് ആണ്. അപ്പൊ 108 ആംബുലൻസ് ആണ്. ഇത് 3 അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. 101 എന്ന് പറയുന്നത് ഫയർ സർവീസ് ആണ്, 100 എന്ന് പറയുന്നത് പോലീസ് ആണ്, 108 എന്ന് പറയുന്നത് ആംബുലൻസ് ആണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യമാണ്, വാട്ട് സ്റ്റാൻഡ്സ് ഫോർ CPR ഇൻ ഫസ്റ്റ് എയ്ഡ്? ഇങ്ങനെയുള്ള കുറെ അബ്രിവേഷൻസ് ഉണ്ടല്ലോ ഓരോന്നിന്റെയും, അത് ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ CPRന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ചോദ്യം. വാട്ട് സ്റ്റാൻഡ്സ് ഫോർ CPR ഇൻ ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് CPR എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. എന്താണ്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ അല്ലെ, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അതാണ് നമ്മുടെ CPR എന്ന് പറയുന്നത്.
സോ അത് അറിയാത്തോണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിടുക. എന്താണ് CPR എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആണ് എന്നുള്ളത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഫൈൻ. അപ്പൊ സാധാരണ നമ്മൾ ഇപ്പോൾ CPR കൊടുക്കുന്ന എപ്പോഴാണെന്നറിയോ? അപ്പൊ ഇത്തരത്തില് ഈ ബോധം കെട്ടൊക്കെ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ബ്രീത്തിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടത്? ഈ പറയുന്ന CPR നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. റെസ്പിറേറ്ററിയുമായി ബന്ധപ്പെട്ടാണ് CPR എന്നുള്ളത്. ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഫൈൻ. മറ്റൊരു ചോദ്യമാണ്, ഇൻ ദ ഫീൽഡ് ഓഫ് സേഫ്റ്റി OSH സ്റ്റാൻഡ്സ് ഫോർ. OSH എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. യെസ്, റൈറ്റ് ആണ്. ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. നമ്മുടെ മൊഡ്യൂളും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ എഴുതിയത് അല്ലെ? ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. അപ്പൊ OSH എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം. സോ മറ്റു ചോദ്യം, ഇഫ് എ പേഴ്സൺ ഫെയിൻസ് ഡ്യൂ ടു സഫോക്കേഷൻ ദ ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഈസ്. അതായത് എന്താണ്? സഫോക്കേഷൻ കാരണം ഒരാൾ ബോധം കെട്ടുപോയി. ഓക്കെ, ഈ പറഞ്ഞ രീതിയിൽ സഫോക്കേഷൻ കാരണം എന്ത് ചെയ്തു? ബോധരഹിതനായി എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നപ്പോ എന്തോ വെന്റിലേറ്റഡ് ലൊക്കേഷനിൽ. വെന്റിലേറ്റഡ്, കൃത്യമായിട്ട് ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എയർവേ പോലെ തന്നെ എന്താണ്? സഫോക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? സപ്പോസ് ബോധരഹിതനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ എങ്ങോട്ട് മാറ്റണം? ആ ഒരു വെന്റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് എയർ പാസേജ് ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനിലേക്ക് കൃത്യമായിട്ട് ആദ്യം തന്നെ മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ചൂടുവെള്ളം കൊടുക്കാന്നോ, അല്ലെങ്കിൽ എന്താണ് സ്പ്രിങ്കിൾ മുഖത്ത് വെള്ളം തളിക്കാന്നൊക്കെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉടനെ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എന്താണ്? ഇത്തരത്തില് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ടുള്ളത്. എന്താണ്? പ്ലേസ് ഹിം ഓൺ എ വെൽ വെന്റിലേറ്റഡ് ലൊക്കേഷൻ. വളരെ നന്നായിട്ട് വെന്റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ എയർ പാസേജ് ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഈസ് മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ്? മെക്കാനിക്കൽ ഒക്കുപേഷണൽ ഹസാർഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഹസാർഡിനകത്ത് വരുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഓപ്ഷൻ ബി വൈബ്രേഷൻ, ഓപ്ഷൻ സി ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ്, ഓപ്ഷൻ ഡി റോങ് ഡിസൈൻ. കൺഫ്യൂസിംഗ് ആണ് അല്ലേ? വൈബ്രേഷൻ. വൈബ്രേഷൻ വരുന്നുണ്ട്. ഓപ്ഷൻ എ പറയുന്നുണ്ട്, ഓപ്ഷൻ ബി പറയുന്നുണ്ട്, റോങ് ഡിസൈൻ, വൈബ്രേഷൻ. ഓക്കെ ഫൈൻ. അപ്പൊ ഇത് അൺഗാർഡഡ് മെഷീനറി. ഓക്കെ ഫൈൻ. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയുമാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതെന്ന് തോന്നുന്നു അല്ലെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. കാര്യം ഇത് തെറ്റായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു കുറച്ചു പേരെങ്കിലും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വരിക എന്ന് പറഞ്ഞാൽ അൺഗാർഡഡ് മെഷീനറി ആണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ പറയുന്ന നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് വണ്ടി ഉണ്ടല്ലേ, അപ്പൊ ചെയിൻ ഗാർഡ് നമ്മൾ വെക്കാറുണ്ടല്ലേ, ചെയിന് ചുറ്റും എന്തുണ്ടാവും? ഒരു ചെയിൻ ഗാർഡ് ഉണ്ടാവും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ചെയിൻ ഗാർഡ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള എന്താണ് നമ്മൾ വർക്കിംഗ് സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വലിയ എന്താണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വലിയ മെഷീനറിക്കകത്ത് എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള ചെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബെൽറ്റ് ഉണ്ടാവും, അല്ലെ ബെൽറ്റ് ഡ്രൈവ് ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ വർക്കിംഗ് കൂട്ടത്തിൽ എന്ത് ചെയ്യും? അറിയാതെ അവിടെ എവിടെയൊക്കെ തൊടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഗാർഡ് കൊടുക്കാറുണ്ട് അല്ലെ. സോ അത്തരത്തിൽ അൺഗാർഡഡ് ആയിട്ട്, അതായത് ഗാർഡ് കൊടുക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് ഉണ്ടാവും. അപ്പൊ മറ്റൊരു സംശയം, വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്ത് ഹസാർഡ് ആണെന്നുള്ളതാണ്. വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ട് ഉണ്ടാവുന്ന ഹസാർഡാണ്. ഓക്കെ, നോയിസ് ആയിക്കോട്ടെ, സൗണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹസാർഡാണ്. വൈബ്രേഷൻ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർഡാണ്. ഫോർ എക്സാമ്പിൾ ഹീറ്റ് ആൻഡ് കോൾഡ് സ്ട്രെസ് അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർഡാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹസാർഡാണ് ഈ പറയുന്ന വൈബ്രേഷൻ, ഹീറ്റ് അല്ലെങ്കിൽ നോയിസ് എന്നൊക്കെ പറയുന്നത്. റേഡിയേഷൻ ഒരു ഫിസിക്കൽ ഹസാർഡാണ്. അപ്പൊ അത് കൺഫ്യൂസ് ആവരുത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഹസാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ റോങ് ഡിസൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, റോങ് ഡിസൈൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഹസാർഡാണ്? സൈക്കോളജിക്കൽ ആണോ? എർഗണോമി. റൈറ്റ് ആണ്. എർഗണോമിക് ആണ്, ശരിയാണ്, കറക്റ്റ് ആണ് അല്ലെ. നമുക്ക് പലപ്പോഴും നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ പലതരത്തിലുള്ള ബൈക്കുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്.
അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, പല ബൈക്കുകളും പല പൊസിഷൻ അല്ലെങ്കിൽ പല പോസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും കംഫർട്ട് ഏതാണെന്നുള്ളത് നമ്മളുടെ ഓരോ ആൾക്കാർക്ക് ഓരോ രീതി ഉണ്ടാവും. അപ്പൊ അത്തരത്തില് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എർഗണോമിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ, നമ്മൾ വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ വണ്ടിയുടെ സീറ്റിന്റെ പൊസിഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് കൃത്യമായിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അത് ഇപ്പോൾ വേണ്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ റോങ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മെഷീനെ റൺ ചെയ്യിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ കാർ എന്ന് പറയുന്ന ഒരു മെഷീൻ തന്നെയാണല്ലോ, അല്ലെങ്കിൽ ബൈക്ക് എന്ന് പറയുന്ന ഒരു മെഷീൻ തന്നെയാണ് ബേസിക്കലി. അപ്പൊ ആ ഒരു മെഷീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റൺ ചെയ്യിക്കാനുള്ള നമ്മളുടെ ഒരു സൗകര്യം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ എർഗണോമിക് ഫാക്ടേഴ്സ് കുറെ ഉണ്ടാവും. അപ്പോൾ റോങ് ആയിട്ടുള്ള ഡിസൈൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം ഒരു എർഗണോമിക്കൽ ആയിട്ടുള്ള ഒരു ഹസാർഡ് ആണ് എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, അൺഗാർഡഡ് മെഷീനറി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഹസാർഡ് ആണ്. വൈബ്രേഷനും ഹീറ്റും അല്ലെങ്കിൽ വൈബ്രേഷനും അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് കോൾഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുണ്ടാകുന്ന ഒരു ഹസാർഡ് ആണ്. ഓക്കെ, മെക്കാനിക്കലിനകത്ത് മറ്റുള്ളത് പറഞ്ഞോളൂ. ഈ മെഷീനിന് ഗാർഡ് കൊടുക്കുന്നത് റോങ് ഡിസൈൻ അല്ലേ? മെഷീൻ അത് നമ്മൾ റോങ് ഡിസൈൻ ആണ്. പക്ഷെ അത് മെഷീനെ സംബന്ധിച്ചോളം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവില്ലല്ലോ. ഈ പറയുന്ന രീതിയിൽ ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ടാവും. ഇതൊക്കെ ആക്സസറിക്കകത്ത് വരുന്ന സാധനങ്ങളായിരിക്കും. ഈ പറയുന്ന കവറിംഗ് എന്ന് പറയുന്നതൊക്കെ മെഷീന്റെ ഒരു പാർട്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ എർഗണോമിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യും, നമ്മളിപ്പോ ഒരാൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, യൂസർ ഫ്രണ്ട്ലി എത്രത്തോളം ആകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യൂസർ ഫ്രണ്ട്ലി എത്രത്തോളം ആകുന്നു എന്നുള്ളതാണ് ഈ റോങ് ഡിസൈനുമായി ബന്ധപ്പെട്ട് എർഗോണമിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പക്ഷെ ഈ പറയുന്ന നമുക്ക് ഒരു രീതി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും തോന്നും, അതായത് ഈ പറയുന്ന രീതിയിൽ ഒരു ഗാർഡ് നമ്മൾ കൊടുത്തില്ല എന്നുള്ളത് റോങ് ഡിസൈൻ അല്ലേ. അപ്പൊ ഡിസൈൻ കൺസിഡറേഷനകത്ത് വരുന്ന ബേസിക്കലി നമ്മൾ ഒരു മെഷീൻ ഒരു ഡിസൈൻ കൺസിഡറേഷനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. എർഗണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, എഫിഷ്യൻസി ഫാക്ടേഴ്സ് ഉണ്ട്, ഈ പറയുന്ന സൈസ് ഫാക്ടർ ഉണ്ട്, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ റോങ് ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെ ഫിസിക്കലായിട്ട് ഉണ്ടാവുന്ന ഒരു ഡിസൈൻ തന്നെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ലേ ഔട്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഫാക്ടറിയുടെ ലേ ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് പറയുന്ന രീതിയിൽ ഡിസൈൻ നമ്മൾ ചെയ്യാറുണ്ടല്ലേ, ലേ ഔട്ട് ഡിസൈൻ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ലേ ഔട്ട് ഡിസൈൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാറുണ്ട്, ഇത്തരത്തില് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു ഡ്രിൽ ചെയ്യണം. അപ്പൊ ഡ്രിൽ ബിറ്റ് നമുക്ക് ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഡ്രിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ദൂരെ പോയി നമ്മൾ ആ ഡ്രിൽ എടുത്തുകൊണ്ട് വരണം. അതേസമയം നമ്മുടെ ആ ഒരു മെഷീൻ്റെ അടുത്ത് തന്നെ നമുക്ക് ആ ഒരു ഡ്രിൽ പാറ്റ് അല്ലെങ്കിൽ ഡ്രില്ലിങ്ങിന്റെ ആ ഒരു കമ്പോണൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡിസൈൻ കൺസിഡറേഷനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള മാത്രമല്ല അല്ലെങ്കിൽ മെഷീനറി മാത്രമല്ല വരുന്നത്, എൻറ്റയർ ആ ഒരു ഡിസൈൻ കൺസിഡറേഷൻ വരുന്നുണ്ടാവും. അൺഗാർഡഡ് മെഷീനറി എന്ന് പറഞ്ഞാല് അതൊരു ഫോൾട്ട് അല്ലേ? ഗാർഡ് അതെ ഫോൾട്ടാണ്. ചിലപ്പോൾ ഓൾറെഡി അതിന് ഗാർഡ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ എന്താണ്, സാധാരണ നമ്മൾ മെഷീനറി എല്ലാം എന്ത് ചെയ്യുന്നു, ഫുൾ ഈ പറഞ്ഞ രീതിയിൽ ആക്സിഡൻസ് ഒഴിവാക്കാൻ വേണ്ടി, ആക്സിഡന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരാളൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മളുടെ കമ്പനി ആയാലും അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് ആയാലും എന്ത് ചെയ്യുന്നുണ്ടാവും, ഓരോ മെഷീൻ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അതിനൊരു സേഫ്റ്റി പ്രിക്കോഷൻസ് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അത് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഓൾറെഡി പറയുന്നുണ്ടാവും. അതിനകത്ത് കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഓൾറെഡി ഗാർഡ് ചെയ്യേണ്ടതൊക്കെ ഗാർഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആക്സസറീസ് നമ്മൾക്ക് തരുന്നുണ്ടാവും, എന്തിനു വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് നമ്മൾക്ക് വെയർ ചെയ്യാൻ തരുന്നുണ്ടാവും. അങ്ങനെ എല്ലാ ക്രൈറ്റീരിയയും അവർ സാറ്റിസ്ഫൈ ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, വണ്ടി ഓൾട്ടർനേറ്റ് ചെയ്തു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തു പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ റീസെന്റ് ആയിട്ടും ഈ പറഞ്ഞ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഓൾട്ടറേഷനകത്ത് വന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ആക്സിഡന്റും, കണ്ണൂർ നടന്ന ആക്സിഡന്റും അതിന്റെ ഫലമായിട്ടാണ്. ഈ പറഞ്ഞ രീതിയിൽ ഓൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഓൾട്ടറേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, അവിടുത്തെ ആ ഒരു കമ്പനി കൊടുക്കുന്ന സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്തു, വയലേറ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണ് സംഭവം. അപ്പം ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഗാർഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഇതിൽ മെഷീനറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ യൂസർ എന്ത് ചെയ്യുന്നുണ്ടാവും, പലപ്പോഴും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ അത് അദ്ദേഹം തന്നെ ഊരി ഇളക്കി മാറ്റി വെക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. മനസ്സിലായില്ലേ? സോ അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ നമ്മൾ അത് കമ്പനി അല്ലെങ്കിൽ ഒരു മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്നവർ ഒരിക്കലും ഗാർഡ് ഇല്ലാതെ കൊടുക്കില്ല. അല്ല, ഈ ഓക്യുപേഷണൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ വിചാരിച്ചാലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹസാർഡ് അല്ലെങ്കിൽ ആക്സിഡന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതെ നമുക്ക് അതിനെ മാക്സിമം നമുക്ക് എന്താണ് ഒഴിവാക്കാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ.
അതിപ്പോ ഏത് രീതിയിൽ വരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അൺപ്ലാൻഡ് അല്ലേ, അല്ലെങ്കിൽ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇവന്റ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ. അത് നമുക്ക് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ അതിന്റെ ഒരു തോത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ആലോചിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. സോറി, ഫൈൻ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് അൺഗാർഡഡ് മെഷീനറി വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നോ ഫെൻസിങ്സ് അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ അതിര് കൊടുക്കുന്നുണ്ടാവില്ല. നമുക്ക് അറിയാം പലപ്പോഴും ഓരോ മെഷീനറി നമുക്ക് ഓരോ ചെറിയ ലൈൻസ് ഒക്കെ വരച്ചിട്ട് അതിനകത്തായിരിക്കും നമ്മൾ മെഷീനറി കൊടുക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനെ എന്താണ് ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫെൻസിങ് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് നോ സേഫ്റ്റി ഡിവൈസസ് അവൈലബിൾ ആയിരിക്കത്തില്ല, നോ കൺട്രോൾ ഡിവൈസസ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികം സംഭവിക്കുന്നുണ്ടാവും, മെക്കാനിക്കൽ ഹസാർഡ്സ് ഉണ്ടാവും. ഓക്കെ, ഫൈൻ.